മച്ചാമാരെ എല്ലാവരും നമ്മളെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്കൊരു 700 കോയിൻ ഉണ്ട് നമ്മളെ അക്കൗണ്ടിൽ. അപ്പോൾ ഇതിൽ നമ്മളെ സെലൻ്റെ മറ്റേ ബ്ലിറ്റ്സർ കേർലർ എന്ന് പറഞ്ഞ ഒരു ഗ്ലിച്ച് കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. 3 കാർഡ്, ജേസ്, സെല, പിന്നെ നമ്മളെ സണ്ണ്. അപ്പോൾ 3 കാർഡുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ കറക്കിയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്, എന്തായാലും നമുക്കൊന്ന് കറക്കി നോക്കാം. അപ്പോൾ നമ്മളെ സണ്ണിൻ്റെ ബാക്ക് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. സണ്ണിൻ്റെ സെലൻ്റെ സണ്ണിൻ്റെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതേപോലെ സെലൻ്റെ ഒരു 102 പോണ സെലൻ്റെ ഒരു കാർഡിൻ്റെ അടുത്തുണ്ട്. അത് വേണ്ട, നേരെ നമുക്ക് 100 പോയിന് ഫസ്റ്റ് സ്പിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുമോ നോക്കാം. എന്തായാലും നല്ല ഓമ്പിച്ചിട്ടുണ്ട്, നല്ല തേച്ച് വിട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ സ്പിൻ തന്നെ നമ്മളെ കുണാമി ഓമ്പിച്ചിട്ടുണ്ട്. ഏതൊരു സാധാ നോർമൽ ഇംഗ്ലീഷ് 3rd സ്റ്റാർ മവിഡാലി എന്തോ ഒരു മൂഞ്ചി പ്ലെയറിന് തന്നിട്ടുണ്ട്. എന്തായാലും തേക്കാനാണ് കൂടുതൽ സാധ്യത. കുറേ ആൾക്കാർ 1000-2000 കോയിനൊക്കെ ഇറക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനത്തെ സ്പിന്നിലൊക്കെ കിട്ടിയ ഞാൻ കണ്ട്. എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് അടിക്കുകയാണെങ്കിൽ 600 കോയിന് അവസാനത്തെ ഇതിലുള്ള പ്ലെയറിനെ തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് എല്ലാ പ്ലേയേഴ്സിനൊക്കെ നെക്കിയിട്ടൊന്ന് ഒന്നും പാടി കറക്കി നോക്കാം. കിട്ടിയ ഭാഗ്യം, അത്രേ പറയണുള്ളൂ. എന്തായാലും സെലൻ്റെ അത്യാവശ്യം +2 ആണ് ബൂസ്റ്ററൊക്കെ വരുന്നത്. എല്ലാ പ്ലേയേഴ്സിനും നിൽക്കുക, എന്നിട്ടൊന്ന് കറക്കി നോക്കാം. ജിഎസിൻ്റെ കാർഡ് അത്യാവശ്യം നല്ല കാർഡാണ്. അത്യാവശ്യം കേളിങ് കൂടുതൽ വരുന്നത് ജിഎസിൻ്റെ കാർഡിനാണ് തോന്നുന്നത്. അങ്ങനെ കണ്ടത്. എന്തായാലും 500 രണ്ടാമത്തെ സ്പിൻ എടുത്തിട്ടുണ്ട്. എന്തായാലും വൈറ്റാണ് കാണിക്കുന്നത്. എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ്. അതും 3 സ്റ്റാറാണ്. ഒരു 4 സ്റ്റാറിനെങ്കിലും തന്നെങ്കിൽ ഒരു ഹൈലൈറ്റ് തന്നാൽ മതി. ഫോർഡൻ്റെ കാർഡ് അത്യാവശ്യം നല്ല കാർഡാണ് ഫോർഡന്. പിന്നെ നമുക്കൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും പാടി എടുത്ത് കറക്കി വെക്കാം. പിന്നെ ആരൊക്കെ വെച്ചാൽ മാൽക്കത്തിൻ്റെ കാർഡ്, മറ്റേ സൗദി പ്രോ ലീഗിൻ്റെ കാർഡൊക്കെ ആരൊക്കെ കറക്കി നോക്കിയെന്ന് ഒന്ന് പറയുക. നമ്മളെ ഏഷ്യൻ കപ്പിലത്തെ അത്യാവശ്യം നല്ല കാർഡൊക്കെയാണത്. നമ്മൾ സണ്ണിനെ കിട്ടിയ സീനാണ്. സണ്ണിനെ കിട്ടുക നോക്കാം. നമ്മളൊന്ന് ഇതൊന്ന് ട്രിക്ക് അടിച്ചൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും പാടി എടുത്ത് നോക്കാം. ബാക്ക് അടിച്ചെടുക്കുമ്പോൾ അല്പം കിട്ടിയാൽ കുറേ വീഡിയോ കണ്ട്, കുറേ ട്രിക്ക് അങ്ങനത്തെ വീഡിയോ കണ്ട്. എന്തായാലും ലേറ്റ് എത്തിയിട്ടുണ്ട്. അല്ല ഊമ്പി. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ വന്നിട്ട് നേരെ മറ്റേ എപ്പിക്ക് കണ്ട് മാറണുണ്ട്. അല്ല ഊമ്പി ഏതാ സ്കാറാ, ഫുൾസൺ സ്കാറാ, അതും 3 സ്റ്റാറാണ് ഗൈസ്. എന്നാലും നല്ല ഓമ്പിച്ചിട്ടുണ്ട്. 3 സ്റ്റാറാണ്. നമുക്ക് അടുത്ത് നോക്കാം. ജേസിൻ്റെ കാർഡ് എടുക്കുക, സെലൻ്റെ കാർഡ് എടുക്കുക, 2 പ്രാവശ്യം നിൽക്കുക. ജേസിൻ്റെ കാർഡ് 2 പ്രാവശ്യം നിൽക്കുക, നേരെ നിൽക്കുക, ബാക്ക് അടിക്കുക. ഞാൻ സാധാരണ ഓഫാക്കലാണ് ഫോൺ. ഓഫാക്കിയിട്ട് കിട്ടിയിട്ട് അങ്ങനെ മെസ്സിൻ്റെ മറ്റേ ഹൈലൈറ്റ് വന്നപ്പോൾ അങ്ങനെ കിട്ടിയെന്ന്. അതുപോലെ നെയ്മറിൻ്റെ കാർഡ് വന്നപ്പോൾ നെയ്മറിൻ്റെ ഒരു ബിഗ് ടൈം കാർഡ് മറ്റേ ഇത് തന്നീന്ന്, എപ്പിക്ക് തന്നീന്ന്, അതിലും അങ്ങനെ കിട്ടിയെന്ന്. പക്ഷേ ഇതിൽ ഞാൻ അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ പറ്റൂല. അങ്ങനെ നോക്കുമ്പോൾ പീറ്റർ ഖാനാ, ഒലിവർ ഖാൻ്റെ മോനാണ് തോന്നുന്നു ഗൈസ്. ഏതൊരു ഖാനിനെ കിട്ടിയിട്ടുണ്ട് GK. അങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ ഓഫാക്കലാണ്. ഫോൺ ഇങ്ങനെ കറക്കിയിട്ട് മറ്റേ റൊട്ടേറ്റ് ചെയ്യില്ലേ, ആ ടൈമിൽ ഫോൺ ഓഫാക്കും. അങ്ങനെ ഇറക്കിയിട്ട് കിട്ടിയെന്ന്. അങ്ങനെ ഇറക്കി 2 കാർഡ് കിട്ടിയെന്ന്. ഇതെങ്ങനെ അന്ന് അത്യാവശ്യം കോയിൻ ഉണ്ടായിരുന്നു. ഇതിലാകെ 700 കോയിനുള്ളൂ. എന്തായാലും നമുക്ക് കിട്ടുമോ നോക്കാം. ഞാൻ അപ്പോൾ അത് ബാക്ക് അടിച്ച് നോക്കുകയാണ്. അതേപോലെ ഒരു 2-3 ഞാൻ ആകെ 300 കോയിനുള്ളൂ ഗൈസ്. അതിൽ 3ാമത്തെ സ്പിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ബാക്ക് അടിച്ച് പിന്നെ നമ്മളെ റീസെറ്റ് ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒരു 4-5 ശേഷം ബാക്ക് അടിക്കുക. എന്നിട്ട് ഒന്നും പാടി ഡീറ്റെയിൽസൊക്കെ എടുത്ത് നോക്കി ഫുള്ള് നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതിൽ 15 5 സ്റ്റാർ പ്ലേയേഴ്സാണുള്ളത്. അതിന് ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ബാക്ക് അടിച്ച് ഒന്നും പാടി എടുത്ത് നോക്കുന്നുണ്ട്. അതിലും ലേറ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ലേറ്റ് എത്തുന്നുണ്ട്. എന്തായാലും 4 സ്റ്റാറാന്ന് തോന്നുന്നത്. ജോൺസൺ നമ്മളെ 4 സ്റ്റാർ ജോൺസൺ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഹൈലൈറ്റ് 700 കോയിൻ പൊട്ടിച്ചല്ല, ഏതെങ്കിലും ഒന്ന് തരും കുണാമി, ഒന്നെങ്കിലും തന്നൂടെ. അപ്പോൾ ആർക്കൊക്കെ കറക്കിയിട്ട് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് സ്പിൻ എടുക്കുന്നുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് സ്പിൻ ഒന്ന് റീസ്റ്റാർട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് എടുത്ത് നോക്കാം. പിന്നെ ചിലവരൊക്കെ റീസെറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് കിട്ടണവരുണ്ട്.
അങ്ങനെ കുറേ ആൾക്കാർക്ക് കിട്ടിയിരിക്കണ്. അപ്പോൾ അങ്ങനെ കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യുക, ആർക്കൊക്കെ കിട്ടി, ഇങ്ങനെ കളിപ്പിച്ച അഭിപ്രായങ്ങളൊക്കെ പറയുക. എനിക്ക് ഇനി ഒരു 100 കോയിനും പാടി കിട്ടാനുണ്ട്. അത് കിട്ടിയിട്ട് ഒരുപാട് കറക്കിയിട്ട് കിട്ടിയാൽ കിട്ടി. ഇതിൽ മൂഞ്ചിട്ടുണ്ട്, ഇതിൽ 3 സ്റ്റാർ ഏതോ മെസ. ഇതിനെക്കാട്ടി ഉള്ളത് കറക്കാതിരിക്കണം ഗൈസ്. ഞാൻ ഈ 700 കോയിൻ ഒരു മാസം വെച്ച് ഉണ്ടാക്കിയ കോയിനാണ്, അതാണ്ട് പോയി കിട്ടി. ഇപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. അവസാനത്തെ 100 സ്പിന്നാണ് ഗൈസ്, അവസാനത്തെ ഒരു സ്പിന്നാണ്. നമ്മളിപ്പോൾ ടോട്ടൽ 7 പ്ലേയേഴ്സിനെ കറക്കി, അവസാനത്തെ സ്പിന്നാണ് ഗൈസ്. അതിലെല്ലാവരും പാടി ഒന്ന് സൈൻ ചെയ്ത് എല്ലാവരും നെക്കിയിട്ട് കറക്കി വെക്കാം. എന്തായാലും നമുക്ക് കിട്ടുമോ നോക്കാം. കറക്കി 100 കോയിൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഊമ്പൂലെന്ന് പറയാം. ബാക്ക് അടിച്ച് ഒന്നും പാടി എടുത്ത് ഊമ്പി ഫുൾ ഊമ്പിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സന്തോഷമുണ്ട്. കൊണാമി ഇത്ര നല്ല വലിയ പ്ലേയേഴ്സിനൊക്കെ തന്നതിന്. 3 സ്റ്റാറും 4 സ്റ്റാറും ഒരു 5 സ്റ്റാറും തന്നിട്ടില്ല. അപ്പോൾ ആർക്കൊക്കെ ഇങ്ങനത്തെ വലിയ പ്ലേയേഴ്സിനൊക്കെ കിട്ടി നമുക്ക് നോക്കുക. ആദ്യത്തെ 2-3 വരിൽ ഒരാൾ പോലും ഇല്ല. ആ 3 സ്റ്റാർ തുടങ്ങിയിട്ട് 3 സ്റ്റാർ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ പ്ലെയർ മുതലാണ് തന്നിക്കണത്. ഇത്ര പ്ലേയേഴ്സിനെ ഉറക്കിയിട്ട് ഇത്ര തന്നു പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഇത്? എന്തായാലും ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.